സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തോടെയാണ് ഇത്തവണത്തെ ആഘോഷമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രി വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ചു. തമിഴ്നാട് പോലീസിന്റെ പ്ലാറ്റൂൺ ഉൾപ്പെടെ 28 പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം മുഖ്യമന്ത്രി അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തോടെയാണ് ഇത്തവണത്തെ ആഘോഷമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതുകാലത്തേക്ക് വന്നത്, ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു. അത് നമ്മുടെ മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുന്നു. ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് നാം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളടക്കം സർവീസ് മെഡലുകളും ജീവൻ രക്ഷാ അവാർഡുകളും മുഖ്യമന്ത്രി സമ്മാനിച്ചു. AKG സെന്ററിൽ CPM പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും KPCC ആസ്ഥാനത്ത് അധ്യക്ഷൻ K സുധാകരനും പതാക ഉയർത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.